ومن أخلاقهم رضي الله تعالى عنهم മഹാരഥന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ത്? ഇസ്തിഹിയാഉഹും, അവർക്ക് ലജ്ജ ഉണ്ടാവും നല്ലോണം. എന്ത് കാരണത്താലാണ് ലജ്ജ എന്ന് പറയാം? മിൻ കസറതി തറദ്ദുദി മിനൽ ഖലായി, ബാത്റൂമിലേക്ക് ഇങ്ങനെ പോയി വരിക, അത് അധികമാകുക, എപ്പോഴും പോകുന്നെ, ഇങ്ങനെ പോയി വരിക എന്നുള്ളത് വല്ലാത്തൊരു നാണാണ് അവർക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അവർ തീറ്റ കുറക്കുന്നു. തീറ്റ കൂടുമ്പോഴാണല്ലോ ഈ പോക്കും വരവും കൂടി വരുന്നത്. അതിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ വല്ലാത്തൊരു നാണുണ്ട്. വദാലിക, ആ ഒരു സംഭവം എന്താ? ബിദവാമിൽ ജുഅഇൽ വസ്റുഇ മഅൽ ജിദ്ദത്തി, പരിശ്രമത്തോടുകൂടെ സറയിൽ അംഗീകരിക്കപ്പെട്ട വിശപ്പ് എന്നും വേണം. അല്ല വെറുതെ പട്ടിണികൾക്കല്ല, സറ അംഗീകരിക്കണം. യഖ്തിദാഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളോട് തുടർന്നിട്ട്, നബി തങ്ങളെ വിശന്ന് കടന്നിട്ടുണ്ട് സറയ്യായ പ്രകാരം. അതുപോലത്തെ ഒരു സറയ്യായ വിശപ്പ് എന്നും ഉണ്ടായിരിക്കണം. ഇതാണ് അവർക്കുള്ളതായ ലക്ഷ്യം. അതുകൊണ്ടാണ് തണ്ടാസിലേക്ക് ഇങ്ങനെ പോയി വരല് അധികമാകുമ്പോ നാളുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പൊ തീറ്റ കുറച്ചാ പിന്നെ കുറവ് കിട്ടുമല്ലോ. നോക്കൂ, വഖദ്കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ യശുദ്ദുൽ ഹജറ അലാ ബത്നിഹി ശരീറൽ ജുഅ, വിശപ്പിന്റെ കാഠിന്യത്താൽ മഹാനായ നബി തങ്ങളുടെ പുണ്യ ശരീരത്തിന്റെ വയറിന് മേൽ കല്ല് വെച്ച് കെട്ടിയത് നബി തങ്ങൾ അല്ലെ. ഹന്തക്ക് യുദ്ധത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഇതൊക്കെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സഹിച്ചുകൊണ്ട് തന്നെ ഭാരം കെട്ടാൻ വേണ്ടി കല്ല് വെച്ച് കെട്ടിയതാണ്. കാലത്ത് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ മഹദി പറയുന്നു, വലൗ ശാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല അക്കല, നബിക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നബിക്ക് തിന്നാൻ കിട്ടും. പക്ഷെ വലാകിന്നഹു കാന യുഅസ്സിറു അലാ നഫ്സിഹി, മുത്തുനബി തങ്ങൾ സ്വന്തം നഫ്സിനേക്കാളും തെരഞ്ഞെടുത്തത് എന്താണ്? ആഖിറത്തിന്റെ കാര്യത്തിലായിരുന്നു. അപ്പൊ തീറ്റ മഹാൻ തെരഞ്ഞെടുത്തില്ല, സ്വന്തം ശരീരത്തിന്റെ കാര്യം മാത്രം നോക്കിയിട്ടില്ല, ആഖിറത്തിലേക്കുള്ള ചിന്തയായതുകൊണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു മഹാന്റെ ജീവിതം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇങ്ങനെ രണ്ട് സംഭവമുണ്ട്. ഇതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കുൽത്തിട്ടുകൊണ്ട് ഷാറാനിമാൻ പറയുന്നത്, അത് കാന ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ മഖാമുൻ ആഖറു അക്മലു മിൻ ഹാദാ, ഇതിനേക്കാൾ പരിപൂർണമായ മറ്റൊരു സ്ഥാനം മുത്തനബി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. വഹുവ, എന്താണ് ആ സ്ഥാനം എന്നറിയാമോ? അന്നഹു കാന യബ്ദു ബിനഫ്സി വലാ യജൂ ഇല്ലാ ഇത്റാറൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വന്തം നഫ്സ് കൊണ്ട് തുടങ്ങുകയാണെങ്കിലും മഹാനായ നബി തങ്ങൾക്കുള്ള വിശപ്പ് വരിക എന്നുള്ളത് എന്തായിരിക്കും? പ്രയാസപ്പെടുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും മഹാനായ നബി തങ്ങൾക്ക് വിശപ്പുണ്ടാവാറില്ല. അങ്ങനത്തെ സ്ഥാനം നബിക്കുണ്ട്. അന്നൽ കാമില മിൻ ശൈനി അൻ യുവഫിയ തബീഅതഹു ഹഖഹു, ഒരു കാമിലായ ഒരാള് അദ്ദേഹത്തിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാല് അയാളുടെ പ്രകൃതിയ കടമ എന്താണോ അത് പൂർത്തിയാക്കി വീട്ടലാണ്. അത് പൂർത്തിയാക്കി വീട്ടണം. കാരണം എന്താ? അന്നകു മസ്ഊലൻ, ആ പ്രകൃതിയെ കുറിച്ച് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. അപ്പൊ പൂർത്തിയാക്കി വീട്ടണം. ആ ചോദ്യം നിറവേറ്റണമെങ്കിൽ പൂർത്തിയാക്കി വിട്ടട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തിയാറൻ, അപ്പൊ മുത്തുനബി തങ്ങൾ സ്വയഷ്ടപ്രകാരം പട്ടിണി കിടക്കാറില്ല. ഞാനൊന്ന് പട്ടിണി കിടക്കട്ടെ എന്ന് വിചാരിച്ച് നബി തങ്ങൾ പട്ടിണി കിടക്കാറില്ല എന്നർത്ഥം. ആസറാലി, ഈ വിശപ്പ് കിടക്കല് മുത്തുനബി തങ്ങളുടെ ശരീരത്തിന് നബി തങ്ങൾ തെരഞ്ഞെടുത്തു, മറ്റാരോട് പറഞ്ഞിട്ടില്ല. അതിൽ ഇല്ലാലി യുക്തത ബിഹി ബിദാലിക ഫഫഹം, നബിനോട് ആ വിഷയത്തിൽ മാതൃകയായി പിന്തുടരണം, അത് നബിയെ ചെയ്ത് കാണിച്ചു തരണം. അതുകൊണ്ടാണ്. അപ്പൊ ശറഈയായ ഒരു വിശപ്പ് എല്ലാവർക്കും ആവശ്യമാണ് അർത്ഥം. അതാണ് ഈ സൂഫിയാക്കൾ ചെയ്തത്. വക്കാന അബ്ദുറഹ്മാൻ ഇബ്നു അബീ നുഐം റഹിമഹുല്ലാഹു തആല ലാ യഅകുലു ഇല്ലാ കുല്ല ഖംസത അസ്റ യൗമൻ അകലതൻ, അബ്ദുറഹ്മാൻ തങ്ങള് ഭക്ഷണം കഴിക്കാറ് 15 ദിവസത്തിൽ ഒരിക്കലാണ്. 15 ദിവസം കഴിയും, എന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഹജ്ജാജ് ബിൻ യൂസഫ്, ഇങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ അബീ നുഐം ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം ഹജ്ജാജ് ബിൻ യൂസഫിന് കിട്ടി. ഹജ്ജാജ് എന്നവര് അബ്ദുറഹ്മാൻ തങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മ അമറ ബിഹി, അങ്ങനെ പിന്നെന്തായി? ഹജ്ജാജ്
അബ്ദുറഹ്മാൻ തങ്ങളെ കൊണ്ടുവന്ന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ മൂപ്പരോടെ പ്രകാരം എന്താക്കി കൽപ്പന നടപ്പാക്കി. അവിബൈത്തിൽ അങ്ങനെ വീട്ടിനുള്ളിലേക്ക് ആക്കി മഹാനെ. അതിലൊക്കെ അല്ലെങ്കിൽ ബാബ ഹംസത്ത് അസ്രയോമൻ ഒരു 15 ദിവസം ബാധൽ അടച്ചിട്ടു, പുറത്തേക്ക് ഇറക്കാതെ ഉള്ളിലിട്ട് ഒന്നും കൊടുത്തില്ല. പരീക്ഷ നടത്തിയതാണ്. സുമ്മ ഫതഹ അലൈഹി. പിന്നീട് 15 ദിവസം കഴിഞ്ഞപ്പോ ഈ ഹജ്ജാജ് എന്നവർ വാതിൽ തുറന്നു നോക്കിയതാ, എന്താ ഇയാളുടെ അവസ്ഥ പറയാൻ വേണ്ടി. പരീക്ഷിച്ചതാണല്ലോ. അപ്പൊ നോക്കുമ്പോ പൈതൻ ഹുവ ഖായിമുൻ യുസല്ലി, അയാൾ നിന്ന് നിസ്കരിക്കുകയാണ്. ഒരു വിശപ്പിന്റെ കാര്യം അറിയണില്ല. 15 ദിവസം പട്ടിണി കിട്ടും. അതിന്റെ അടയാളം നമുക്ക് കാണിച്ചിട്ടില്ല. മഹാൻ വാതിൽ നോക്കുമ്പോൾ നിസ്കരിക്കുകയാണെന്ന്. ഇങ്ങനെയായിരുന്നു മഹാന്മാരുടെ ജീവിതം നടത്തും. വേറെ നിറച്ച് നടക്കലല്ല നമ്മളെ മാതിരി. ആഴ്ചകളോളം ആഴ്ചകളോളം അവിടുത്തെ വയറുകൾ ചുരുട്ടി നടക്കാറുണ്ടായിരുന്ന ഒന്നും തിന്നാതേന. പക്കാലായൽക്കുറില്ലായ്മസബത്തി ഒരു ശനിയാഴ്ച മാത്രം തിന്നു, അല്ലാതെ ദിവസമൊന്നും തിന്നൂല. ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് മഹാന്മാരൊക്കെ. എന്നാ മദ്ഹബിന്റെ ഇമാമാണല്ലോ ഇമാം അബു ഹനീഫ തങ്ങള്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു മുഖല്ലിദൻ ബിൽ അഖിലി, തീറ്റിൽ വളരെ കുറവ് വരുത്തുന്ന ഒരാളായിരുന്നു ഇമാം അബു ഹനീഫ തങ്ങൾ. കൂടുതൽ തിന്നൂല. കാല യഅ്കുലു കമാ യഅ്കുലു തയ്റു ബിൽ ഖില്ലത്തി. കുറവിന്റെ കാര്യത്തിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ പക്ഷി എത്ര തിന്നേണ്ടി വരും? ഒരു പക്ഷിത്തീറ്റയുള്ള ഭാഗം തിന്നാൻ അത്രയും കൊത്തി തിന്നാറുള്ളൂ എന്നർത്ഥം. എന്നാ വലഞ്ഞൊക്കും ഈ ബൈത്തില്ലൽ ഹസീർ, മഹാന്റെ വീട്ടിൽ പായല്ലാതെ മറ്റൊന്നും കാണുമില്ല. അല്ല കുറെ വിഭവങ്ങൾ കൊടുത്ത് നിറച്ചു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു ഈ മഹാന്റെ തീറ്റ. വഖദ് കാന അബൂ സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത് അഹ്ലാമാ തകൂനു ലി അൽ ഇബാദത്തു ഇദൽ തസഖത്തു ഇദൽ സഖത്ത് ബത്നി ബിൽ ലഹരി. എന്റെ മുതുകും വയറും തമ്മിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഇബാദത്ത് ചെയ്യുക, അതാണ് എനിക്ക് ഏറ്റവും വലിയ മധുരം എന്നാണ്. അപ്പൊ എനിക്ക് ഇബാദത്തിന് ഏറ്റവും നല്ല മധുരമുള്ള ഇബാദത്ത് ഏതാണ്? ഏത് സമയത്താണ്? എന്റെ വയറും മുതുകും തമ്മിൽ ഒട്ടിച്ചേർന്ന് അത്രയും വിശപ്പിന്റെ സമയത്താണ് മധുരം എന്നാണ് മഹാൻ പറയുന്നത്. എന്താന്ന് ചോദിച്ചാല് അതിന്റെ ഹിക്മത്ത് എന്താന്ന് ചോദിച്ചാൽ, ഒരു പുതിയാപ്പള തന്റെ ഒരു കിടന്നുറങ്ങാൻ പറ്റുന്ന ഒറ്റയ്ക്ക് തന്നെ മണവാട്ടിയുമായി കിടന്നുറങ്ങുവാനും സല്ലപിക്കാനും പറ്റുന്ന റൂം അന്വേഷിച്ച് നടക്കുന്നത് പോലെ ആണ് ഇതിന്റെ ഹിക്മത്ത്. അങ്ങനെ അന്വേഷിക്കുകയാണ് ഈ മഹാൻ. അത് രസതാണ്. അവരൊക്കെ നാളെ ആഖിറത്തിൽ ഈ വീട് അന്വേഷിക്കുകയാണ്. അതിനുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കാം. വഖാലൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത് ലാ തജ്മഉ ബൈന ഉദുമൈനി, രണ്ട് കൂട്ടാൻ ഉണ്ടാവരുത്, രണ്ട് കറി ഉണ്ടാവരുത്. ഇപ്പൊ നമ്മക്കോ 10 ഇനം കറികളാണ്, എന്നാ രണ്ട് കൂട്ടാൻ ഒരുമിച്ച് കൂട്ടണ്ടെന്നാ. ഫൈന കൂട്ടാമിൽ മുനാഫിഖീന, അത് കപടന്മാർക്കുള്ള ഭക്ഷണമാണ് രണ്ട് കൂട്ടാനെന്ന്. ഒരു കൂട്ടാൻ ചോറ് മതി എന്നർത്ഥം. കാരണം എന്താ? കപടന്റെ അടയാളം തന്നെ, കപടന്മാര് തന്നെ സുഖിച്ചു തിന്നും. ആ തീറ്റ നമുക്ക് വേണ്ടാന്നർത്ഥം. വഖദ് റഅ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റജുലൻ ഖദ് തദല്ലത്ത് ജൽദത്തു ബത്നിഹി ഫഅലാഖു ബിദർറ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടു. അയാളെ കണ്ടപ്പോൾ ആളെ വയറിന്റെ തോരും കെട്ടാകെ നിറഞ്ഞു നിൽക്കണം. അത്രത്തോളം നിറഞ്ഞ രൂപത്തിൽ, വയറ് നിറഞ്ഞ രൂപത്തിൽ കണ്ടു നടത്തും. അപ്പൊ എന്തായി? മഹാന്റെ കയ്യിലെ ചാട്ടവാറത്തുനിന്ന് പൊക്കി അടിക്കാൻ അടിച്ചില്ല. ഇപ്പൊ കാല ബഹുമാനപ്പെട്ടു പറഞ്ഞാൽ എന്താ അറിയോ? ഇന്ന ഹാദിഹി, ഇത് തസ്ലു ജിൽദത്ത ബത്നി കാഹിർ, നിഷേധിയുടെ വയറിന്റെ തൊലിയുണ്ടല്ലോ അതിനോട് സാദൃശ്യമുണ്ട് ഇവന്റെ തൊലി എന്നും പറഞ്ഞത്. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല മഹാന്. കുടവയറാണ്. ആ കുടവയറ് കണ്ടപ്പോ വല്ലാത്തൊരു വയറ് വെള്ളം നിറച്ചിങ്ങനെ ഇറക്കല്ലേ. അപ്പൊ കണ്ടപ്പോൾ അങ്ങനെ പറയും, കാഫിറാണ് അങ്ങനെയൊക്കെ ജീവിക്കാന്ന്. وكان رضي الله تعالى عنه إذا رأى رجلا يستدل لحما كثيرا يضرب بدرتنا ويقول أما علمت أن لهذا اللحم لرابة كلرابة الخمر. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു കൂടുതൽ മാംസം വാങ്ങിപ്പോകുന്ന ഒരാളെ കണ്ടാൽ തന്റെ കയ്യിലെ ചാട്ടവാറ് കൊണ്ടൊന്നാണ് കൊടുക്കും. എന്നിട്ട് പറയും, ഇവിടെ ചെങ്ങായി എനിക്ക് അറിയില്ലേ, ഈ ലഹമിന് ഖംറ് കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും ബുദ്ധിമുട്ട്, പ്രയാസം, അതുപോലെ മാംസം അധികം നിന്ന പ്രയാസം ഉണ്ടാവും. അപ്പൊ എന്തിനും ഒരു മിതത്വം വേണം, അധികമാവരുത് എന്നതിനർത്ഥം.
ഇങ്ങനെ തീറ്റയുടെ കാര്യത്തിലും വലിയ ശ്രദ്ധയായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. വഖദ്കാറൽ ഇമാമുൽ ഔസാഇ റഹിമഹുല്ലാഹു തആല മഹാനവറുകൾ യദ്ഖുൽ ഖലാ തണ്ടാസ് പ്രവേശിക്കൽ കുല്ല ശഹരി മറത്തൻ, എല്ലാ മാസത്തിലും ഓരോ മാസത്തിലും ഒരു പ്രാവശ്യം കണ്ടാസ് പോകും, ബാക്കിയുള്ള സമയം പോകൂല. അങ്ങനെയായിരുന്നു. കാരണം അത്രയും തീറ്റ കുറവാണ്. അങ്ങനെ പസാറ് യദ്ഖുലു ശഹരി മറത്തേന്. പിന്നെന്തായെന്നറിയാമോ, മാസത്തിൽ 2 വട്ടം പോകാൻ തുടങ്ങി. ഒരു വട്ടം പോയത് 2 വട്ടമായി. അസാബി. അങ്ങനെ വന്നപ്പോ ഔസായിയുടെ ശിഷ്യന്മാരോട് ഔസായുടെ മാതാവ് പറയാണ്, ഉദുഉലി അബ്ദുറഹ്മാന് വേണ്ടി നിങ്ങൾ ദ്വാരിക്കണേ, പൈൻ്റെ സ്വാറ അബുത്തൂന, അവർക്ക് വയറ്റിളക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. കാരണം മാസത്തിൽ ഒരിക്കൽ പോയിരുന്ന ഒരാൾ ഇപ്പൊ 2 വട്ടം പോകേണ്ട അസുഖം ഉണ്ടായിട്ടാണല്ലോ. ആ സുഖമായി കിട്ടാൻ വേണ്ടി ദ്വാരിക്കണേ എന്നാണ്. അങ്ങനെയാണ് അവർക്ക് ജീവിച്ചിരുന്നത്. മാസത്തിൽ ഒരിക്കൽ പോകാന്ന് പറയുമ്പോ തീറ്റ എത്ര കുറവായിരിക്കും. വക്കാന മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, വല്ലാഹി ലഖദ് ഇസ്തഹൈതു മിൻ തറദ്ദുദി ഇലൽ ഖലാൽ. അല്ലാഹുവെ തന്നെ സത്യം, എനിക്ക് വല്ലാത്ത നാണുണ്ട്. ഞാനിങ്ങനെ തണ്ടാസിലേക്ക് പോയി വരും, അതിലെപ്പോഴും ഇങ്ങനെ പോയി വരും, വല്ലാത്തൊരു നാണമാവുന്നു എന്ന് മഹാനായിരിക്കുന്നു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയാണ്. കുല്ല സലാസത്തി അയ്യാ മറത്തൻ, 3 ദിവസം കൂടുമ്പോ എല്ലാ 3 ദിവസത്തിലും ഒരു പ്രാവശ്യം തന്നെ തണ്ടാസ് ഇങ്ങനെ പോയി വരുന്നില്ല. അതെനിക്ക് മടിയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഭക്ഷണത്തിന്റെ രീതി മനസ്സിലാക്കുക. നമ്മളെപ്പോലെ ബീഫക്കുറ്റി നിറച്ച് നടക്കല്ലായിരുന്നു. കദാലികക്കാരൻ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു, ഇവരൊക്കെ അങ്ങനെ തന്നെ ജീവിച്ചിരുന്നത്. വകാന മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുമായിരുന്നു, ബലഗന, നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായിട്ടും മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, ശിറാറു ഉമ്മത്തി അല്ലദീന യഅ്കുലൂന മുഖൽ ഹിന്ദ വവല്ലാഹി ലഖദ് ഖലത്തു ദഖീഖി ബിറമാദ് വഅകൽതുഹു മുദ്ദതൻ ഹത്താ ളഅഫ ജസദി വലൗ അന്നി ഖബൈതു അലൈഹി മാ തറക്തുഹു അബദാ. എന്റെ സമുദായത്തിൽ നാശകാരികൾ ആരാന്നറിയാമോ? ഗോതമ്പിന്റെ നല്ല ഉഷാറുള്ള കാമ്പടിച്ച് മാറ്റുന്നവരാണ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഞാൻ എന്തായിരുന്നു, വെണ്ണൂറ് വായിക്കൊണ്ടായിരുന്നു എന്റെ പൊടിയം കൂട്ടിക്കലർത്തിയിരുന്നു നടത്തും. അല്ലാതെ എന്റെ സത്തത്ത് തിന്നിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാനൊരു സമയം അത് തിന്നു കഴിഞ്ഞു. അങ്ങനെ എന്റെ തൊലി ആകെ ദുർബലമായി മാറി. അത്രത്തോളം കട്ടി കുറഞ്ഞ ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിരുന്നതെന്നാണ്. നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ലാതെ. എനിക്ക് നിശ്ചയം അതിന്റെ മേൽ കഴിവാവുകയാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും എന്താകുമായിരുന്നില്ല, ഉപേക്ഷിക്കൂല എന്നാണത്. എത്ര കഴിവുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ തിന്നുള്ളൂ. ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ തീറ്റ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വെണ്ണൂറും കൂട്ടിയൊക്കെ പൊടി കൂട്ടി അടിച്ചു തിന്ന് അറിയപ്പെടും. അങ്ങനെയാണ്. വകാന സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും ഇദാലം യജിദാ തുആമൻ ഹലാലൻ, ഹലാല ഭക്ഷണം ഉണ്ടാകാൻ കിട്ടിയില്ലെങ്കിലോ, ഇസ്തഫറമൽ ഖംസത്തൽ അസറ യൗമൻ അവ കതറ, 15 ദിവസത്തിനേക്കാൾ അധികം മാനെടുത്ത് രണ്ടുണ്ടെങ്കിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കല്ല, മനുഷ്യൻ കിട്ടൂലെങ്കിൽ, ഹലാലാതി കിട്ടൂലെങ്കിൽ 15 ദിവസം അതിലധികം അങ്ങനെ ഭക്ഷണം ഈ മണലെടുത്ത് ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമായിരുന്നതാണ്. 4 കൊല്ലം ഹലാലെ തേടി നടക്കുള്ളൂ, അതന്നെ കുറച്ച് തിന്നുള്ളൂ എന്നർത്ഥം. വകാന സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ബിൻതു ഇൻദൽ ഹജ്ജാജ് ബിൻ ഫർഫത്ത് എന്ന് പറയുന്ന ഈ ഹജ്ജാജിന്റെ അടുത്ത് ഞാൻ ഡാപ്പാർത്തു. അഹദാസറയവൻ 15 ദിവസം ഡാപ്പാർത്തു. അമാറായിത്തു, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ദാക്ക താമോ അല്ല സറാമൻ, ഒരു ഭക്ഷണമോ ഒരു പാനീയമോ രുചിക്കുക ഞാൻ കണ്ടിട്ടില്ല 15 ദിവസവും. വലാക്കാമലി ഷെയ്ൻ സിവസ്ത, ഉപരി എണീക്കാൻ നിസ്കരിക്കാൻ മാത്രമേ എണീക്കുള്ളൂ, അല്ലാ സമയത്ത് എണീക്കില്ല. ഈ ഒരു അവസ്ഥയിൽ ഉപയോഗം കണ്ടു 15 ദിവസം. പയ്യന്തീര പറയപ്പെട്ടു കഴിഞ്ഞാൽ, ഇന്നമാ ദക്കർത്തുമോ ബി ഹാദൽ ഖുലഖി, ഈ സ്വഭാവത്തിൽ നിങ്ങൾ പറഞ്ഞതായിരിക്കുന്ന വന്ന്, അതെന്താണ്, വിനപ്പൊയ്യി, പിന്നെ വയറ് ചുരുട്ടി വെക്കുക, ഒന്ന് നിന്നാൽ അക്സറിന് സലാസി അയ്യാം, 3 ദിവസത്തിനേക്കാൾ കൂടുതൽ ഒന്നും തിന്നാതെ ഒട്ടിയ വയറുമായി നടക്കല്, നം യഖ്അലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ, വഖദ് ഖയ്യത്തും ഹാദൽ ഖൽഖ, എത്തരത്തിൽ ഹാദൽ ഖുൽഖ, എത്തരത്തിൽ ഈ സ്വഭാവം കൈത് കൊടുത്തിട്ടുണ്ട്.
അവലൻ ആദ്യം തന്നെ ബിൽ ജൂഇ ശറഈ ആയിരിക്കുന്ന വിശപ്പെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 3-ൽ കൂടുതൽ കടന്നിട്ടില്ലല്ലോ. 3 ദിവസത്തിനേക്കാൾ കൂടുതൽ ആക്കുന്നതിന് ന്യായം എന്ത് എന്ന് ചോദ്യം വരികയാണ്. എങ്കിൽ കൗലിഹി, ചില ആളുകൾ പത്തുപേർത്തെ മറുപടി ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഹ്മത്തൻ അലാ ഉമ്മത്തി, നബി തങ്ങൾ തന്റെ സ്വന്തം സമുദായത്തിന്റെ മേലിൽ കരുണയുള്ളവരായിരുന്നു. വകാന യഖൂലു, നബി തങ്ങൾ പറയുമായിരുന്നു, ഖുദുറുൽ ഖൗമ ബിഅദ്വഇഹിം, അവരിൽ ഏറ്റവും ദുർബലരാരാണോ ആ ദുർബലരായിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് സമുദായത്തെ നിങ്ങൾ കണക്കുകയും വേണ്ടതാണ് എന്നാ. അപ്പൊ ദുർബല ആൾക്കാരെ കണക്കാക്കി എടുക്കണം എന്നാണ് ഇതാണ് ചെയ്യുന്നത്. അപ്പൊ അലിവാണത്. മഹാനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോടുകൂടെ ഈ പറയുന്ന നിബിധങ്ങൾക്ക് അത് പറഞ്ഞ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, അന്നോക്കാല യുവാസുലിസ്സോമ, നിബിധങ്ങൾ രാവും പകൽ നോമ്പ് ചേർത്തി വെച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഹദീസിൽ കാണാം. അതോടുകൂടെ തന്നെ നിബിധങ്ങൾ ഈ പറയുന്നത്. അപ്പൊ എന്താ പറയാ, സാധ്യതയുണ്ട്. അന്നഹാഉലാഇൽ ഖൗമ അല്ലദീന ജാഉ ദിൽകൽ മുദത്തവീല കാനൂ മിൻ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ വാങ്ങത്തുന്ന അനന്തരം എടുത്തിട്ട് ദീർഘകാലം ആ സമയത്ത് അവർ എന്തായിരുന്നു, പട്ടിണി കടന്നിരുന്നു, വിഷമിച്ചിരുന്നു എന്നും ആവാൻ സാധ്യതയുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസാലി, രാവും പകലും നോമ്പ് ചേർത്തി നിൽക്കൽ പാടില്ല എന്ന് പറഞ്ഞ നഹിയെ ചുമത്തണം. അലാമല്ല യുത്തിക്ക് താലിക്ക, അങ്ങനെ നോൽക്കാൻ കഴിവില്ലാത്തതിന്റെ മേലാണ് പറഞ്ഞു നോക്കുക. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തെ ശിക്ഷിക്കാൻ പാടില്ല, അത് നബി പറഞ്ഞിട്ടുണ്ട്. എന്തിനാ, ഇബാദത്ത, സ്വന്തം നഫ്സിനെ അങ്ങനെ അടങ്ങാറാക്കി വെച്ചാൽ അവസാനം ഇബാദത്ത് ചെയ്യാൻ ആ നഫ്സ് വെറുത്തു പോകും. അതുകൊണ്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞത്. വഖദ് ബലഗന അന്ന അബൂ ഖാൽ മഗ്രിബി റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ കാന യഅകുലു ബി കുല്ലി സിത്തത്തി അസ്വിൻ അകറത, 6 മാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കൊള്ളൂ എന്നാണ്. ഇതായിരുന്നു മഹാനവറുകൾ. പകൽ സമയത്ത് സയ്യിദ് അലി അൽ മുർസഫി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഖദ് വഖാല സയ്യിദ് ഈസ ബിൻ നജ്ം മദ്ഫൂൻ എന്ന് പറയുന്ന മഹാനവറുകൾ ബിസായിലി ബഹർ ബർലസ്, അവിടെ മറവാടകിട്ട് കിടക്കുന്ന മഹാനവറുകൾക്കുണ്ട് എന്ത്, അന്നകുമക്കഥ സബഅത അസറ സനത്തൻ, 17 ദിവസം മഹാനവറുകൾ ലായക്കുലു, ഒന്നും തിന്നാതെ ഭക്ഷിക്കാതെ കടന്നു. വലായസ്റബ്, ഒന്നും കുടിച്ചതുമില്ല. വലായനാമ, ഉറങ്ങുമില്ല മഹാനവറുകൾ. ഓവ അലാ വുളൂഇൻ വാഹിദ്, എത്തരത്തിൽ മുമ്പ് ഒറ്റ ഒതുവിന്റെ മേലാണ് നിൽക്കുന്നത്. ആ നിലക്ക് മുമ്പ് ജീവിച്ചു പോന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. പക്കത്ത് രാജാവായ മഹത്തീന, ചില പണ്ഡിതൻ താക്കിന്റെ പണ്ഡിതന്മാരെ മറുപടി കൊടുക്കുന്നു. അന്നഹാവുലായില്ലതിനെക്കാനു എത്തുപൂന തിൽക്കൽ മുതൽ, ദീർഘകാലം ഈ വയറിനെ ചുരുട്ടുന്ന ഈ ഭാഗം, അന്നാഹതും കാന എത്തനാവലുനബീബ വനഹുൽ ഖത്തുറത്തി ഖുത്തുറത്തുൽമായി, വെള്ളത്തിന് ഒരു തുള്ളി വെള്ളമോ മുന്തിരിങ്ങ പോലത്തതോ പെരുമാറിക്കൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് പറയാനുള്ളൂ. അപ്പൊ യഖ്റുജു ബിദാലിക വിസാൽ മൻഹിയൻ, അങ്ങനെ വരുമ്പോ മൻഹിയുൻ അൻഹി ആയിരിക്കുന്ന ഈ വിസാലിനെ തൊട്ട് അതുകൊണ്ട് പുറത്തു പോകാനോ, ഒരു കാർക്കുന്ന പോലെ എന്ന വിസാൽ ഉണ്ടാവില്ല എന്നർത്ഥം. വദാലിക ഹുവൽ നബിയും, അതാണ് അവരെ കൊണ്ടുള്ള ധാരണ. വല്ലാഹു അഅലം. വഖദ് അജ്മഅൽ ഖൗമു അയ അന്നൽ ജുഅ മിൻ അഅലമി അർകാനി ത്വരീഖി, ത്വരീഖിന്റെ ഫറദുപെട്ട മുഖ്യമായ ഫറദാണ് വിശപ്പ് എന്ന് പറയുന്നത്. അത് സൂഫി പണ്ഡിതന്മാരെല്ലാം അവതരിച്ചുമായിട്ടുണ്ട്. അത്താക്കാലു, എത്തരത്തിൽ അവർ പറയുന്നുണ്ട്. ഇതുവരെ ഇതാ തലബുൽ മുരീദുൽ അഖില ബഅദ 5 അയ്യാം, 15 ദിവസം കഴിഞ്ഞിട്ട് തിന്നാൻ വേണ്ടി മുരീദ് തേടിയാൽ അമറൂഹു ബിൽ കസ്ബി, അപ്പൊ പിന്നെ എന്ത് ചെയ്യും, അവരോട് കൽപ്പിക്കും. അവര് ഈ പറയുന്ന ആളോട് കൽപ്പിക്കും ബിൽ കസ്ബി, ജോലി ചെയ്യാൻ വേണ്ടി പറയും. കാരണം വഴിയിൽ ത്വരീഖിൽ ഇവരൊന്നും ശരിയാകൂല, അതുകൊണ്ട് ജോലി ചെയ്യട്ടെ എന്ന് പറയും. അബൂ ഉസ്മാൻ ജീസി റളിയല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, കുന്തു അംകുതു സനത കാമിലതൻ ബി ബിദായതി അംദി വസിയാഅതി, എന്റെ ചലനങ്ങൾ, എന്റെ കാര്യത്തിന്റെ ആരംഭഘട്ടത്തിൽ പരിപൂർണമായ ഒരു വർഷം ഞാൻ താമസിച്ചു. ലാ യഖ്തുൽ അഖ്ലു അലാ ബാലി, തീറ്റ എന്റെ മേൽ വെളിപ്പെട്ടു തീരുന്നില്ല. ഇല്ലാ ഇൻ ഹളറ ബൈന യദയ, എന്റെ മുന്നിൽ ആ തീറ്റ പ്രത്യക്ഷപ്പെടുമ്പോൾ അപ്പോൾ മാത്രമേ ഒരിക്കൂ, അല്ലെങ്കിൽ ഇല്ല. ആ ഒരു നിലപാടുമായി ഞാൻ സ്വീകരിച്ചു പോയിട്ട് 13 കൊല്ലായി, 1 കൊല്ലം. അള്ളുറിയാഹി, എന്റെ സഹോദരൻ, ഇന്ന് ജുഅക തജിദുഹു, നിന്റെ വിശപ്പിനെ എത്തിക്കും.
ഈ സമുദായത്തിന്റെ വിശപ്പിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒന്നുമല്ല നീ എത്തിക്കുന്ന വിഷമം. സുന്നത്തി അവിടെ വിശപ്പിന്റെ കാഠിന്യവും അവരുടെ ചർച്ചകളും അവിടെ വിശപ്പൊന്നും എന്തായിട്ടില്ല, സുന്നത്തോട് പുറത്തു പോയില്ല, അതോടുകൂടെയാണ്. കമാമാറുടെ സക്രിയോ അതിന്റെ തക്രിയൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞതുപോലെ കൂവത്തിയും അലി അതിന്റെ മേലെ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ടാണ്. പമാനഹ അയജുബില്ലസാലത്തെയും അടിസ്ഥാനപരമായി ജൂവിനെ കൊണ്ട് തടയപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ലാലി ഹോവിൽ നഫ്സി സ്വന്തം നഫ്സിന്റെ മേൽ പ്രയാസത്വമായത് കൊണ്ടാണ് ആ അസാലത്തെന്താക്കിയത്, ഒഴിവാക്കിയത്. വകാല സഹീലുബിനു അബ്ദില്ലാഹി തസ്സലാഹു തആല യഖസ്സിമു അഖലുവ ഖുവ്വത്തുവ മഅരിഫത്തുവ ഇലാ സബഅത്തി അജ്സാഇൻ 7 ജുസുക്കളായിക്കൊണ്ട് അറിയുക, ശക്തി, അതുപോലെ ബുദ്ധി അംശയിക്കുമായിരുന്നു. വകാല യഖുലു അത്താ യസ്ഹബ മിൻ കുല്ലി വാഹിദിൻ സിത്ത എല്ലാ ഓരോന്നിൽ നിന്നും ഒരു 6 ഭാഗം കഴിയുന്നത് വരെ തിന്നുമായിരുന്നില്ല. ഇടുവയക്കൂലും അദ്ദേഹം പറയും, നാശത്തെ ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കൊന്തുലാക്കുലു ഞാൻ തിന്നുമായിരുന്നില്ല. 7 ദിവസം ആ ജുസുക്കൾ നശിക്കുന്നത് വരെ ഞാൻ ഒന്നും തിന്നുമായിരുന്നില്ല. ഫലം ദാലിക ഈ കാര്യം ശരിക്കറിഞ്ഞോക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോക രക്ഷിതാവിനാണ് സർവ്വസ്തോത്രവും.